വെൽക്കം ബാക്ക് ടു NIN ഫാഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സെൻറ്റർ ക്ലിപ്പാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സെൻറ്റർ ക്ലിപ്പ് യൂസ് ചെയ്യാത്ത ആരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറച്ച് ബീഡ്സ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മളൊരു ഇലാസ്റ്റിക് ത്രെഡോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ത്രെഡോ നൂലോ ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ബീഡ്സ് കോർത്തെടുക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മളൊരു 3 ബീഡ്സാണ് ഇതിനകത്തേക്ക് കോർത്ത് കൊടുക്കുന്നത്. 3 ബീഡ്സ് കോർത്തെടുത്തിട്ടുണ്ട്. ശേഷം 4ാമത്തെ ബീഡ് നമ്മൾ കോർത്ത് കൊടുക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. 4ാമത്തെ ബീഡ് എടുത്തിട്ട് 2 സൈഡിലും നമ്മൾ ഇലാസ്റ്റിക് കയർ ഉണ്ടാവുമല്ലോ, അതിൻ്റെ 2 ഓപ്പോസിറ്റ് ആയിട്ട് ഇതേപോലെ കോർത്ത് കൊടുക്കുക കേട്ടോ. കാണുമ്പോൾ മനസ്സിലാവുന്നെന്ന് വിചാരിക്കണു. എന്നിട്ട് വലിക്കുക 2 സൈഡിൽ നിന്നും. അപ്പോൾ അതവിടെ സെക്യൂറായി നിന്നോളൂ. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഓരോ സൈഡിലും ഓരോ ബീഡ് വീതം കോർത്ത് കൊടുക്കുക. നമ്മൾ 2 സൈഡിലായിട്ട് ഓരോ ബീഡ് കോർത്തെടുത്തിട്ടുണ്ട്. ശേഷം 2 ബീഡ് ഓരോ സൈഡിലും കോർത്ത് കൊടുക്കുക. ഓരോ ബീഡ്, ഒരു ബീഡ് അങ്ങനെ 2 ബീഡ് നമ്മൾ കോർത്തെടുത്തിട്ടുണ്ട്. 3ാമത്തെ ബീഡ് നമ്മൾ എന്ത് ചെയ്യുക, 2 വയറിലും കൂടി ഓപ്പോസിറ്റ് സൈഡിലാക്കിയിട്ട് ജസ്റ്റ് ഇതേപോലെ കോർത്ത് കൊടുക്കുക, സെക്യൂർ ചെയ്യുക. ദെൻ ഇതേപോലെ തന്നെ നമുക്ക് മുഴുവനായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എത്ര ലെങ്ത്തിൽ വേണോ അതത്രയും ലെങ്ത്ത് തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ കോംബോ ആയിട്ട് ഇതേ പാറ്റേണിൽ തന്നെ നിങ്ങൾക്ക് ഹെയർ ബാൻഡോ ദെൻ അലിഗേറ്റർ ക്ലിപ്പോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഓരോ ബീഡ് വീതം 2 സൈഡിലും കോർത്ത് കൊടുക്കുക. ശേഷം 3ാമത്തെ ബീഡ് 2 എണ്ണത്തിലും കൂടി കോർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ അത് മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു ഹെയർ ക്ലിപ്പിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഞാനിവിടെ മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ദെൻ ഈ ഒരു ത്രെഡ് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ കട്ട് ചെയ്യണില്ല, ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. ശേഷം ഇതേപോലെ വൈറ്റ് ബീഡ് ഞാൻ സെൻറ്ററിലാക്കിയിട്ട് കോർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് നൂല് ബാക്കി ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അതുകൊണ്ട് തന്നെ ഇങ്ങനെ കോർത്ത് പോവുകയാണ് ചെയ്തത്. ഇതേപോലെ കോർത്ത് കൊടുക്കുക. ഇങ്ങനെ മുഴുവനായിട്ട് ചെയ്യുക. ശേഷം ഇത് ഈ ഒരു ക്ലിപ്പിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം വീഡിയോയിൽ കാണിക്കണില്ല കേട്ടോ. ഇതേപോലെ മുഴുവനായിട്ട് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങളെ ത്രെഡ് തീർന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാൻ കുറച്ച് ബീഡ്സ് ലാസ്റ്റിലേക്ക് ഒട്ടിച്ചും കൂടി കൊടുത്തതാണ് ചെയ്തത്. ബാലൻസ് വന്ന ത്രെഡൊക്കെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഒന്ന് ഉരുക്കി കൊടുത്താൽ നല്ലത്, പ്ലാസ്റ്റിക്കിൻ്റെ ത്രെഡൊക്കെ ആണെങ്കിൽ. ശേഷം നമ്മൾ നല്ലൊരു ഗം എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഗം ഏതാ വെച്ചാൽ അത് അപ്ലൈ ചെയ്താൽ മതി. ഞാനിവിടെ B7000 ആണ് എടുത്തത്. ഈ 8000 ഒക്കെ നല്ല ഗമ്മാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഉള്ളതെന്ന് വെച്ചാൽ ആ ഗം വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ചായിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഒന്നായിട്ട് ഗം വെച്ച് അപ്ലൈ ചെയ്യരുത്. കുറച്ച് ഒട്ടിച്ചിട്ട് ജസ്റ്റ് അത് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ബാക്കി ഒട്ടിച്ച് പോവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളുടെ വീഡിയോ. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.